ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടിപ്സ് കേരള പ്രവാസി ക്ഷേമ ബോർഡ് പ്രവാസി ക്ഷേമനിധി എന്താണ് എന്നതാണ്. കേരള പ്രവാസി ക്ഷേമ ബോർഡ് എന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രവാസികളുടെ ക്ഷേമത്തിനായി 2009 കേരള സർക്കാർ രൂപീകരിച്ച ഒരു സ്ഥാപനമാണ്. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, പ്രസവാനുകൂല്യങ്ങൾ തുടങ്ങിയ നിരവധി ക്ഷേമ പദ്ധതികൾ ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്ന പ്രവാസികൾക്ക് ഈ ബോർഡ് വഴി ലഭ്യമാക്കുന്നു. പദ്ധതിയിൽ അംഗമാകുന്നതിലൂടെ പ്രവാസികൾക്ക് പലതരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള താഴെ പറയുന്ന മലയാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗങ്ങളാകാം. 1. ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ. 2. വിദേശത്ത് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്ത ശേഷം കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികൾ. 3. അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അതായത് ഇന്ത്യയിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന പ്രവാസികൾ. ഇതിന്റെ ആനുകൂല്യങ്ങൾ. ക്ഷേമനിധിയിലെ പ്രധാന ആനുകൂല്യം പെൻഷനാണ്. കൂടാതെ മറ്റ് ക്ഷേമ സഹായങ്ങളും ലഭിക്കും. 60 വയസ്സ് പൂർത്തിയാവുകയും കുറഞ്ഞത് 5 വർഷമെങ്കിലും അംശാദായം അടക്കുകയും ചെയ്ത അംഗങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ ലഭിക്കും. വിദേശ മലയാളികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കും പെൻഷൻ തുകയിൽ വ്യത്യാസമുണ്ടാകും. കുടുംബ പെൻഷൻ. അംഗം മരണപ്പെട്ടാൽ കുടുംബത്തിന്, അതായത് നോമിനിക്ക് ലഭിക്കുന്ന പെൻഷൻ. അവശതാ പെൻഷൻ. ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ലഭിക്കുന്ന സാമ്പത്തിക സഹായം. മരണാനന്തര സഹായം. അംഗം മരണപ്പെട്ടാൽ കുടുംബത്തിന് ലഭിക്കുന്ന ഒറ്റത്തവണ സഹായം. വിവാഹ ധനസഹായം, പ്രസവാനുകൂല്യം, വിദ്യാഭ്യാസ ആനുകൂല്യം, ചികിത്സാ സഹായം തുടങ്ങിയവയും പെൻഷന് അർഹത നേടുന്നതിന് മുമ്പ് അംഗങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഭവന വായ്പ, സ്വയം തൊഴിൽ വായ്പ എന്നിവയും ലഭ്യമാണ്. ഇതിന്റെ പ്രതിമാസ അംശാദായം. ഓരോ വിഭാഗവും പ്രതിമാസം അടക്കേണ്ട തുകയിൽ വ്യത്യാസമുണ്ട്. വിദേശ പ്രവാസികൾ ഏകദേശം പ്രതിമാസം 350 രൂപയും വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികൾ ഏകദേശം 200 രൂപയും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ 200 രൂപയും എല്ലാ മാസവും അംശാദായം ക്ഷേമനിധിയിലേക്ക് അടക്കേണ്ടതുണ്ട്. ഈ തുകകളിൽ പിന്നീട് മാറ്റം വരാനും സാധ്യതയുണ്ട്. ഇതിൽ എങ്ങനെ അംഗമാകാം? കേരള പ്രവാസി ക്ഷേമ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.pravasikerala.org ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് പ്രവാസി ക്ഷേമ ബോർഡ് ക്ഷേമനിധി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തേണ്ടതാണ്. പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്ത് അംഗത്വമെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വീഡിയോക്ക് താഴെ ഞാൻ വെക്കാം. ആവശ്യമുള്ളവർ അതിൽ പോയി കാണാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.